മോർണിംഗ് ഗുഡ് മോർണിംഗ്. ഇരിക്കൂ ഇരിക്കൂ. നല്ല അനുസരണയുള്ള കുട്ടികൾ. ഞാനാണ് ഇനി മുതൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. നാളെ DO വരുന്നുണ്ട്. DO എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമല്ലോ. ഓ, ഞങ്ങൾക്കറിയാം സർ. ഒരു മിന്നൽ പരിശോധനയ്ക്കാണ് അദ്ദേഹം വരുന്നത്. സാറേ, മിന്നൽ മാത്രമേ ഉള്ളോ അതോ ഇടിയും ഉണ്ടാവോ? ആഹാ, നിനക്കൊക്കെ ഒരു ഇടിയുടെ കുറവ് ഞാൻ കാണുന്നുണ്ട്. ശൈലം വന്നില്ല സർ. എന്താണ് നീ പറഞ്ഞത്? ശൈലം വന്നില്ല സർ. അവന്റെ അമ്മ ആശുപത്രി കൊണ്ടുപോയിരിക്കുക. നിന്നോട് ചോദിച്ചോ? എന്നോട് എന്തിനാ ചോദിക്കുന്നത് സർ? അവന്റെ അമ്മയല്ലേ അവൻ ആശുപത്രി കൊണ്ടുപോയത്. ഓ, നീ അതിസാമർത്ഥ്യക്കാരനാണല്ലേ? ഓ, എന്താടാ നിന്റെ പേര്? പേര് പറയടാ. തർക്കുത്തരം പറയുന്നോടാ. ഇന്ന് ഞാൻ സാറേ, അത് തന്നെയാ അവന്റെ പേര്. വെരി ഗുഡ്. അപ്പൊ നിനക്ക് പാടാൻ അറിയാവോ? ഇല്ല സർ. വെരി ബാഡ്. ഡാൻസോ? എടാ, ചോദിച്ച കേട്ടില്ലേടാ? ഡാൻസ് ചെയ്യാൻ അറിയാവോന്ന്? ഇല്ല സർ. പിന്നെ എന്തോന്ന് മണക്കോസ് ജാക്സൺ ആടാ? എന്താണോ അവിടെ എത്ര വലിയ ബഹളം? ഇതുവരെ പ്രോഗ്രാം തുടങ്ങിയില്ലേ? ഫാഷൻ പരേഡ് പോലെ നിരന്ന് നിൽക്കാതെ കാര്യം വാ തുറന്ന് പറ. അച്ചോ, മൈക്കിൾ ഇതുവരെ എത്തിയില്ല. ഫോൺ വിളിച്ചിട്ട് അവന് കിട്ടുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യേ, നല്ലൊരു മ്യൂസിക് ട്രാക്ക് സെലക്ട് ചെയ്യേ. മൈക്കിൾ ജാക്സൺ തന്നെ ആയിക്കോട്ടെ. എന്നിട്ട് ഞാൻ അവിടെ വന്നിട്ട് ചുവടുകൾ വെക്കാം. എന്താ, അത് മതിയോ? എടാ, പോയി അവന് വല്ല അപകടവും പറ്റിയെന്ന് അനൗൺസ് ചെയ്യേ. എന്നിട്ട് പ്രോഗ്രാം വേറെ ദിവസത്തേക്ക് മാറ്റി വയ്ക്കേ. കുന്തം വിളിക്കുന്നത് പോലെ നിൽക്കാതെ പോയി അനൗൺസ് ചെയ്യേ. ഹലോ. ഇല്ല, വിവരമൊന്നും കിട്ടിയില്ല. ഓ, അറിയിക്കാം. ഹലോ. അത് അന്വേഷിക്കുന്നു. ശരി. ഇതാരെടുത്ത് കുടിച്ചു? നമ്മളാരും എടുത്ത് കുടിച്ചില്ലല്ലോ. മൈക്കിളിനായിട്ട് നമ്മൾ മാറ്റി വെച്ചതല്ലേ? ആരാ നിങ്ങള്? ഞങ്ങൾ ഇതുപോലെ എക്സ്ട്രാ ക്ലാസ്സിൽ ഒഴിച്ചു വെക്കുന്ന മദ്യം കുടിക്കാൻ വരുന്നവരാ അല്ലേ? ഇനിയും ഒഴിച്ചോ? ഞങ്ങൾ കുടിച്ചോ? ഞങ്ങളുടെ മൈക്കിളിന് വേണ്ടി ഒഴിച്ചു വെച്ചത് നിങ്ങൾ എന്തിനാ കുടിച്ചത്? മൈക്കിൾ കുടിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ അതുപോട്ടെ. ആരായി മൈക്കിൾ? ഞങ്ങളുടെ കൂട്ടുകാരനാ. നിങ്ങളുടെ കൂട്ടുകാരനാണെങ്കിൽ പിന്നെ അവനെന്താ നിങ്ങളോട് ഇന്ന് കമ്പനി അടിക്കാതെ? വിളിച്ചോണ്ട് പോ അവനെ. കഴിഞ്ഞ 3 ദിവസമായി അവനെ കാണുന്നില്ല. ആ ടെൻഷനില്ല ഞങ്ങളെല്ലാം. ആള് വെള്ളോടിക്കാരനാ. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. ഇനി മുതൽ ഞങ്ങളായിരിക്കും നിങ്ങളുടെ മൈക്കിൾ. ഓക്കെ? അതെ, നിങ്ങൾ മദ്യം ഒഴിക്കുന്നു, ഈ മൈക്കിൾ അത് അടിക്കുന്നു. വീണ്ടും നിങ്ങൾ ഒഴിക്കുന്നു, ഈ മൈക്കിൾ അടിക്കുന്നു. അതെ, അങ്ങനെ ഞങ്ങൾ മാറി മാറി നിങ്ങളുടെ മൈക്കിളാവുന്നു അല്ലേ? പിന്നല്ല. അപ്പൊ ഇനി അടുത്ത കമ്പനിക്ക് വിളിക്കാൻ മറക്കണ്ട. ഓക്കെ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ക്ലാസ് ഒഴിക്കാൻ വിളിക്കാൻ മറക്കല്ലേ. ഇന്നലെ നീ കണ്ട സ്വപ്നത്തിൽ ആരോ നമ്മളെ രക്ഷിക്കാൻ വരുമെന്ന് പറഞ്ഞില്ലേ? അതിനി ഇവരായിരിക്കും. ശരിയാ, നമുക്കവരെ തിരിച്ചു വിളിക്കാം. അവരെ ഒന്ന് വിളിക്കേ. സർ പ്ലീസ്. പിന്നെ ഒഴിച്ചോ. ഒന്നിങ്ങോട്ട് വരുമോ?
തൽക്കാലം ഇവരുടെ കൂടെ കൂടുന്ന ബുദ്ധി അതായിരിക്കും ബുദ്ധി. എന്തായാലും അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതെ ആണെങ്കിലും നിങ്ങളെ കമ്പനി വന്ന് കൂടിയില്ലേ? ഇനിയിപ്പോ ഇത് ഫിനിഷ് ചെയ്തിട്ട് പോയാ പോരെ? ഞങ്ങളങ്ങനെ എല്ലാ കമ്പനിയിലും കൂടുന്ന ആൾക്കാരല്ല, അല്ലടാ. അതെ, ഉള്ളിത്തറ കമ്പനി. പക്ഷേ ഞങ്ങൾക്ക് എന്തോ നിങ്ങളോടൊരു അടുപ്പം തോന്നും. അതുകൊണ്ട് ഞങ്ങൾ ഈ കമ്പനിക്ക് കൂടാം. പക്ഷെ ഇതിന് മാത്രമല്ല, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോവും. ഇല്ലേ? സത്യം. നിങ്ങളുടെ മൈക്കിളിനെ കണ്ടുപിടിച്ച് അവനെ തട്ടിക്കൊണ്ടുപോയവനെ ഫിനിഷിങ് ചെയ്തിരിക്കും. തൽക്കാലം നമുക്ക് അത് അത് നല്ല ഐഡിയ. മകൾ വന്നേ, വാ വാ വാ. ദാഹരിയേട്ടാ, മിസ് കോൾ ഉണ്ടായിരുന്നു. ഒരു ഹുസൈൻ സാഹിബ്. ഹുസൈൻ സാഹിബോ? ആര്? പുതിയ DGP-യാ? അത് ശരി. നീ ഹുസൈൻ സാഹിബിനെ അങ്ങ് മറന്നോ? വിശാലമായ ഹാളിൽ നിന്ന് അതിവിശാലമായി നീ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടല്ലോ. തെയ്യം തത്ത തെയ്യം തത്താന്ന്. ആ ഡാൻസുകൾ പണിയാനുള്ള കാശ് എവിടുന്ന് കിട്ടി? ആര് തന്നെന്നറിയോ? ഓർമ്മയുണ്ടോ ആ മുഖം? സോറി ഹരിയേട്ടാ, ആ ഹുസൈൻ സാഹിബ് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എങ്കിൽ ഞാൻ ഫോൺ എടുക്കില്ലായിരുന്നു. നീ അധികം സോറി ഒന്നും പറയണ്ട. പോകുന്ന വഴിക്ക് ഞാനൊന്ന് കണ്ടോളാം. ഓക്കെ? ശരി. ഹലോ, എന്തായി വൈദ്യരെ? അവൻ വന്നില്ലേ? നിങ്ങൾ ബേജാറാവാതിരിക്കുന്നു. വരും. താമസിച്ചാൽ അവന്റെ കാലം മുടന്തുണ്ടാവും. അത് നിങ്ങൾ സഹിക്കണം. ഞാൻ പിന്നെ വിളിക്കാം. ആ സുലൈമാനെ, ബാപ്പ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ. പറഞ്ഞു ബാപ്പ. അപ്പോ മജീദ് ഭായി പറഞ്ഞ പോലെ ഒരു 2 ലക്ഷം രൂപ പള്ളിക്കാട് തരും. അതങ്ങ് എഴുതി കൊടുത്തേക്ക്. പടച്ചോന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും. എല്ലാം ഭായി പറയുന്ന പോലെ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. ഓ, അസ്സലാമു അലൈക്കും. ആ സുലൈമാനെ, എന്താ ബാപ്പ? പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ഔവക്ക സാഹിബിന്റെ അക്കൗണ്ടിലേക്ക് ഒരു 2 ലക്ഷം രൂപ ഇട്ട്. ആയിക്കോട്ടെ. അക്കൗണ്ട് നമ്പർ എന്റെ ഡയറിയിലുണ്ട്. ശരി ബാപ്പ. ആ ഇതാര്? വരണം വരണം. സാർ ഇരിക്ക. അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. അത് പിന്നെ ആ കൊച്ച മിസ്സായ കേസ് സാറിൽ അന്വേഷിക്കുന്നേ. അതെ, ഞാൻ തന്നെ. എന്തായി? സംശയിക്കത്തക്കതായി ആരെങ്കിലും കിട്ടിയോ? ഓനെ ആരെങ്കിലും തട്ടിയത് തന്നെ ആയിരിക്കും അല്ലേ? എന്ന് പറയാറായിട്ടില്ല. എടോ ഹരിചന്ദ്രൻ സാറേ. ഹരിചന്ദ്രൻ അല്ല സാഹിബേ, ഹരികുമാർ. ഓ ആയിക്കോട്ടെ. ഞാൻ പറയാൻ വന്നത്, ഈ ഹുസൈൻ സാഹിബിനെ തറവാട്ടി കയറി വന്ന് പെണ്ണ് ചോദിച്ചതാവോ? ഓൻ ഉസുരുള്ളോനാ. ഇഷ്ടം പോലെ സ്നേഹവും എന്റെ മനസ്സിലുണ്ട്. പക്ഷേ ഈ ജാതി മതം അത് മറന്നുകൊണ്ടുള്ള ഒരേർപ്പാടിനും ഹുസൈൻ സാഹിബിനെ കിട്ടൂല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ ഇതിലേക്ക് വലിച്ചഴക്കരുത്. ഹലോ രവി സർ. കുമാർ സാർ, ഒന്ന് എഴുന്നേക്ക്. എഴുന്നേക്ക് സർ. സർ ഞാൻ ടിക്കറ്റ് എടുത്ത ഇവൻ ടിക്കറ്റ് എടുത്ത ഒന്ന് എഴുന്നേക്ക്. സാറുമാരൊന്ന് എഴുന്നേക്ക്. ഒന്ന് ശല്യപ്പെടുത്താതെ രവി, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. ഷേവ് ചെയ്യുമ്പം നല്ല വെടിപ്പാട്ടി ഷേവ് ചെയ്യണം. ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ. അയ്യോ, എന്നെ ബാർബർ ആക്കിയോടാ. ഇങ്ങോട്ട് പെട്ടെന്ന് നടക്കടി. എടി, ഇത് വിമൻസ് ഹോസ്റ്റൽ അല്ല. അയ്യോടാ, അതാണോ നിന്റെ പേടി? എന്നാലേ അങ്ങനെ വല്ല പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതും കളഞ്ഞു പോടി. ശ്യാമേ, എന്തൊക്കെയുണ്ട്? എന്താടാ സാറുമാരിതുവരെ എണീറ്റില്ലേ? ഒരു രക്ഷയില്ല, ഞങ്ങള് കുഴഞ്ഞു. എന്തൊരു കൂർക്കം വലിയ ജനറേറ്റർ പോലും തോറ്റു. ഒരു ഫുൾ ബോട്ടിൽ വാങ്ങിയിട്ട് ഇവരല്ലേ അത് അടിച്ചു തീർത്തത്. പിന്നെങ്ങനെ തല പൊങ്ങും? സോണിയ, ഇവരെ ഉണർത്താൻ നിനക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ?
ഉഗ്രൻ ഐഡിയ ഉണ്ട്. നമ്മുടെ സ്കിറ്റിന് വേണ്ടി റെക്കോർഡ് ചെയ്ത ഒരു സാധനം ഉണ്ട്. വോളിയം കൂട്ടി അതങ്ങോട്ട് പ്ലേ ചെയ്താലോ? സ്റ്റേഷനെത്തി. നീ ആരോടെങ്കിലും ഒന്ന് ചോദിക്കടാ. ഇനി ഈ കമ്പാർട്ട്മെന്റിൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞങ്ങളിത് എവിടെയാ? ഇത് ഞങ്ങളുടെ ഹോസ്റ്റലാ. അത് ശരി, നിങ്ങളാണല്ലേ ഹോട്ടലിന്റെ മുതലാളി? ഹോസ്റ്റൽ. ഇന്നലത്തെ കെട്ട് ഇതുവരെ വിട്ടിട്ടില്ല അല്ലേ? എന്നോ അടിയായിരുന്നു. സോറി, ഞങ്ങൾ ഇന്നലെ ഒരുപാട് കഴിച്ചു അല്ലേ. തൽക്കാലം നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. ചോദിക്കണം സർ, ഞങ്ങൾക്ക് പലതും പറയാനുണ്ട്. ആരാണ് നിങ്ങൾ? ആരാണ് നിങ്ങൾ? സർ, നിങ്ങളൊന്ന് ഓർത്തു നോക്കണം. ഇന്നലെ രാത്രി നിങ്ങൾ എവിടെയായിരുന്നു? തൽക്കാലം ഇവരുടെ കൂടെ കൂടുന്ന ബുദ്ധിയായിരിക്കും. ഓ, നിങ്ങളുടെ മൈക്കിളിനെ കണ്ടെത്തുന്ന കാര്യം കുമാർ എന്ത് പറയുന്നു? ഞാൻ കടുപ്പത്ത് 2 ചായക്ക് പറയാം. ചായ തൽക്കാലം ഇപ്പൊ വേണ്ട. വേണ്ട. നിങ്ങളുടെ കൂട്ടുകാരൻ എന്തു പറ്റി? ജീവനോടെ ഉണ്ടോ അതോ? പേടിക്കണ്ട, ആ പയ്യൻ ജീവനോടെ ഉണ്ട്. നിങ്ങൾക്ക് ആരെയൊക്കെയാണ് സംശയം?